തിരൂർ ഭാഗത്ത് കൂടെയാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മളെ സ്വന്തം പെണ്ണുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ. റിട്ടേൺ പോരുമ്പോൾ എവിടേക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓക്കെ, ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ലോഡിലാണ് കേട്ടോ. കരുവാരകുണ്ട് മമ്പുഴ വെള്ളക്കമ്പനിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു. ക്രിസ്റ്റൽ മഞ്ചേരിയുടെ വെള്ളമാണ്. മാമ്പൂസാണ് പ്രൊഡക്ഷൻ. അപ്പോഴേ ഡിസ്ട്രിബ്യൂട്ടർമാരെ ഓട്ടോ കേട്ടോ നമുക്ക്. അൽഹംദുലില്ലാ 2025 വളരെ റാഹത്തിൽ തന്നെയാണ്. 2024 വളരെ റാഹത്തിലായിരുന്നു. ഒരുപാട് സന്തോഷങ്ങളുള്ള വർഷമായിരുന്നു 2024. ഇൻഷാ അല്ലാഹ് 2025 അതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. അപ്പോൾ ഗൈസ്, വെള്ളം ഇവിടെ ഇങ്ങനെ നമുക്ക് ഇറക്കാനിങ്ങനെ റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. ഇറക്കാൻ ആൾ വന്നാൽ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പോളേ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ 2025 നമുക്ക് നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. പെണ്ണ് കൂടെ ഉണ്ട് കേട്ടോ. പെണ്ണില്ലാത്ത യാത്ര അല്ല എന്നുള്ളത് പറഞ്ഞ പോലെയാണ്. പെണ്ണിന് കുറവാണ്. പെണ്ണ് വണ്ടിയിലുണ്ട്. അപ്പോൾ ഞങ്ങളിഞ്ഞ് റിട്ടേൺ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ലതും കാണാൻ പറ്റുന്നതൊക്കെ നോക്കാം. ഒന്നുമില്ലെങ്കിൽ കോട്ടക്കുന്ന്, മലപ്പുറം കോട്ടക്കുന്നിലേലും പോകും. അപ്പോൾ അങ്ങനെയാണ്. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടൊക്കെയാണ്. ആൾ വന്നുകൊണ്ടിരിക്കണം. ഭായി ലോഡ് ഇറക്കല്ലേ? एक आदमी है? हाँ बोलो, मुश्किल नहीं है, थोड़ा बस. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇറക്കാൻ, കുറച്ച് വേറെ സൈറ്റിലേക്കാണ്. ഭായി ഇറക്കാൻ റെഡി ആയിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ. അപ്പോൾ വീണ്ടും കാണാം. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് നമ്മൾ തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ നല്ലൊരു കുത്തനുള്ള ഇറക്കം, നല്ല വളവ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെണ്ണ് പറഞ്ഞു നമുക്കൊരു ഇവിടെ നല്ല വ്യൂ ഉണ്ട്, ഒരു വീഡിയോ പിടിക്കാം. വലിയ കുഴപ്പമില്ല, കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്ഥലം. ഇതൊരു ഷോർട്ട് കട്ടാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണുന്നൊരു വഴിയാണ്. തിരൂർ ഭാഗത്തേക്കുള്ള റൂട്ടിൽ ഷോർട്ട് കട്ട് വഴിയാണ്. ചെറിയൊരു ചുരം മാതിരി ഇറക്കവും കയറ്റമൊക്കെ ഉള്ള സ്ഥലമാണ് വളവും തിരിവൊക്കെ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. അങ്ങനെ പോകുമ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ തിരൂർ ഭാഗത്തേക്ക് പോകുമ്പോഴേ മനോഹരമായൊരു കാഴ്ചയാണ് നെൽക്കതിര് അല്ലേ. ഇൻഷാ അല്ലാഹ് 2 ആഴ്ച കഴിഞ്ഞതൊക്കെ കൊയ്യാനാവും. ഏകദേശം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ജനുവരി പകുതി കഴിഞ്ഞാലേ നമ്മളടുത്ത ഡ്യൂട്ടി എന്താണെന്നറിയോ? വൈക്കോല് ലോഡായിരിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ്. കൂടെ വെള്ളത്തിൻ്റെ ഓട്ടം ഉണ്ടാവും. രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുമായിരിക്കും ഞാൻ. അപ്പോൾ ഞാനും പെണ്ണും ഇങ്ങനെ പോകണ വഴിക്കേ ചെറിയൊരു പോക്കറോട്ട് ഇങ്ങനെ പോകുമ്പോഴിങ്ങനെ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പകർത്താമെന്ന് വിചാരിച്ചു. മാഷാ അല്ലാഹ്. കാണുമ്പോൾ തന്നെ സുഖമാണ്, സന്തോഷമാണ്. നമ്മുടെ നാട്ടിലൊന്നും കരുവാരുണ്ട് മേഖലയിലൊന്നും ഇപ്പോൾ ഇങ്ങനെ സംഗതി കാണാത്തതുകൊണ്ടേ. ഇപ്പോൾ പാലക്കാട് പോകണം, അല്ലെങ്കിൽ പട്ടാമ്പി പോകണം കാര്യമായിട്ട് കാണണമെങ്കിൽ. മലപ്പുറം ഭാഗത്ത് ചില ഭാഗത്തൊക്കെ ഉണ്ട്, വളരെ കുറച്ച്. തിരൂർ ഭാഗത്തൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. പിരാന്തി തീർക്കണ ഡ്രൈവർ എന്താ കാട്ടി തീർക്കാന്ന് അല്ല. വലിയ വണ്ടിയാണോ കുത്തിയാണ് ശരിയാക്കും. കുത്തല്ലടാ കുത്തല്ലേ. ആള് വെള്ളത്തിന് പറയുകയാണ്. മാഷാല്ലാ കഴിച്ചിലാകട്ടെ. വെറും ചമ്മലവർക്കുള്ള പണിയുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതിമ്മ പച്ചനെറ്റിട്ടുണ്ടായിരുന്നോ? ഞക്ക പൊറുക തണ്ടൊക്കെ അതിനകത്തേക്ക് ആളും. ഹലോ ഗേസ്, അപ്പോൾ മക്കളെ നമ്മൾ ലോങ്ങോട്ടത്തിൻ്റെ മടക്കൊരു ലോക്കൽ എടുക്കാം കേട്ടോ. കുത്തി പൊളിച്ചേ ലോങ്ങോട്ടത്തിൻ്റെ ഒരു മടക്കാണ്, അതിൽ ലോക്കൽ എടുക്കുകയാണ്.
മടക്കത്തിന് ലോക്കൽ ചെന്നിട്ട് വേറെ ലോങ് പോകാണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. രാവിലെ നമ്മൾ തിരൂർ ഭാഗത്തേക്ക് ഓട്ടം വന്ന് റിട്ടേൺ പോകുമ്പോൾ എവിടെയെങ്കിലും കയറണം വിചാരിച്ചൊന്നും നടന്നില്ല. തിരിച്ച് നാട്ടിലെത്തി. അവിടെ ലോക്കൽ ഉണ്ടായിരുന്നു എടുത്ത് റിട്ടേൺ പോയപ്പോൾ ലോക്കൽ എടുത്ത് വീണ്ടും നമ്മൾ ലോഡ് കയറ്റിയിട്ട് ചെമ്മാട് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ആടാ വണ്ടി ലോഡ് ഇറങ്ങി കഴിഞ്ഞോ. ഇവിടെ 1.5 മണിക്കൂറിനുള്ളിൽ ലോഡാക്കി നമ്മൾ വീണ്ടും തിരിച്ച് പോവാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കണം. കാര്യമായിട്ടൊന്നുമില്ല, എല്ലാവരും സഹകരിക്കാം, ചെറുതായിട്ടുള്ളൂ. ഓക്കെ. ഇവിടേക്ക് എന്താ പറയാ, ചെമ്മാട് തിരൂരങ്ങാടി അല്ലേ അവിടെ? കേട്ടോ തിരൂരങ്ങാടി വന്നപ്പോൾ പള്ളിക്കറി നൂൽ പൊറാട്ട ഒന്നും നോക്കിയില്ല, ഒന്ന് കഴിച്ചു നോക്കാം. SR ഹോട്ടൽ അല്ലേ? SR ഹോട്ടലല്ലേ? ഇവിടെ അടിപൊളി ബിരിയാണി ഉണ്ട്. ഞാൻ അവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ട് നേരത്തെ. സൂപ്പർ സാധനം, ദം ബിരിയാണി അല്ല, നൂൽ പൊറാട്ട, പള്ളിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീർച്ചക്കറി അല്ല, ഇതിനൊന്നും നല്ല അടിപൊളി ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് കറി. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ.